നമസ്കാരം. വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം. ഇന്നലെ മാർക്കറ്റ് എല്ലാം താഴെ ഇറങ്ങിയായിരുന്നു. ഗോൾഡും വലുതായിട്ട് ഇറങ്ങിയായിരുന്നു. 13,800 രൂപയ്ക്ക് വന്നു. പക്ഷേ 24 ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് ഇന്നും 15,000 തന്നെ ഇരിക്കുന്നു. വെള്ളി ഒഫീഷ്യലായിട്ട് 260 രൂപയാണ്. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 235 രൂപയാണ്. രൂപയുടെ വാല്യൂ വന്നിട്ട് 95.42 ആണ്. ട്രെൻഡ് 92ൻ്റെ അടുത്തിരിക്കുന്നു. ഇന്ന് മാർക്കറ്റിന് സ്ട്രെയിറ്റ് അയച്ച് നിർത്തിയിരിക്കുന്നു. പിന്നെ അവസാനം അത് താഴെ ഇറങ്ങി. ഇൻഫാക്റ്റ് ബാങ്ക് നിഫ്റ്റി നെഗറ്റീവിൽ തന്നെ പോയി. എനിക്ക് ഈ ഭാഷാ പടത്തിന് ഡയലോഗാണ് ഓർമ്മ വന്നത്. ആണ്ടവൻ ഒരുപാട് തരും, പക്ഷെ അവസാനം കൈനെ വിടും. ആണ്ടവൻ ഇന്ന് മാർക്കറ്റിൽ നമ്മളെ കൈവിട്ടെന്നാണ് എനിക്ക് തോന്നുന്നു. രാവിലെ 2 ദിവസത്തിൽ 1000 പോയിന്റ് അപ്പ്. ഈ റാലിയെക്കുറിച്ചൊക്കെ വലിയൊരു ന്യൂസ് വന്നിരിക്കുന്നു. ഇതൊക്കെ നോക്കുമ്പോൾ ഇതെന്താണ് മധുരയ്ക്ക് വന്ന ഒരു സോദന എന്ന പോലെ ഇരിക്കുന്നു. കറക്റ്റായി ഈവനിങ് ഒരു 2:30 മണിക്ക് നോക്കുന്ന സമയം മൈനസ് വരയ്ക്കും വന്നു. ഡയറക്റ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. അതായത് പോസിറ്റീവാ ക്ലോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നെഗറ്റീവാ ക്ലോസ് ചെയ്യുന്നതെന്ന് നോക്കിയായിരുന്നു. അത് ഈവനിങ് തന്നെ അറിയാൻ പറ്റും. ഓവറോളായിട്ട് മാർക്കറ്റ് നെഗറ്റീവാ തന്നെ ഇരിക്കും. കോളായിട്ട് നെഗറ്റീവ് തന്നെ ഇരുന്നുകൊണ്ടേയിരിക്കും. ഇത് നിങ്ങളെ തലയിൽ പാറാങ്കൽ ഇടുന്നത് പോലെ, എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരെ തലയിൽ പാറാങ്കൽ ഇടുന്നത് പോലെ ന്യൂസിന് TCS ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നു. സപ്പോസ് ഞങ്ങളുടെ അടുത്ത് 5 ലക്ഷം പേർ ജോലി ചെയ്യുന്നു എന്നാൽ ജോലി ചെയ്യുന്നവർ 6 ലക്ഷം പേരാണ്. എന്ന് വെച്ചാൽ 1 ഇയറിൽ 1 ലക്ഷം പേരിനെ ഗാളി ചെയ്യും എന്നാണ് അർത്ഥം. 3 വർഷത്തിൽ നിങ്ങളടുത്ത് 5 ലക്ഷം പേർ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ അടുത്ത് ഈക്വലായിട്ട് 7 ഏജന്റ് 5 ലക്ഷം പേർ ജോലി ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ വർക്ക് ഫോഴ്സ് 1 ബില്യൺ പോലെ 1 മില്യൺ ഞങ്ങൾക്ക് സമ്പാദിച്ച് തരുമെന്നാണ് പറയുന്നത്. അത് എന്ത് പറയുന്നത് എന്നാൽ ഏജന്റ് കാശില്ലാതെ 5 ലക്ഷത്തിന് ജോലി ചെയ്തു തരും. ആൾക്കാരെ 6 ലക്ഷത്തിലിരുന്ന് കുറച്ച് 1 ലക്ഷം ആൾക്കാരെ വീട്ടിനയച്ച് ഷാക്കും. ആക്ഷൻ വളരെ സ്ലോ ആയിരുന്നാലും ടേം ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഞങ്ങൾക്ക് ഇരിക്കുന്നു എന്ന് TCS ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. വിസിഎൽ ടെക്നോളജി എന്ത് പറയുന്നതെന്നാൽ ECSന് മാത്രം തന്നെ ഇന്നോവേഷൻ ഇടുമെന്നും അല്ലെങ്കിൽ ഇന്നോവേഷൻ സോൺ ഇട്ടിരിക്കുന്നു. നിങ്ങൾ ഗൂഗിൾ ക്ലൗഡിൻ്റെ ഒപ്പം ചേർന്നിടുന്നു. LNTക്ക് എവിടെയൊക്കെ കോൺട്രാക്റ്റ് ഇരിക്കുന്നു, അവിടെയൊക്കെ ഞങ്ങൾക്ക് ആൾക്കാർ കിട്ടുന്നില്ല, അവിടെയൊക്കെ ശമ്പളങ്ങൾ ഒരുപാട് ചോദിക്കുന്നു. ഇത് കാരണം LNT വന്നിട്ട് കൺസ്ട്രക്ഷൻ ഓട്ടോമേറ്റ് ചെയ്ത് റോബോട്ടിക്സ്, മോഡുലർ കൺസ്ട്രക്ഷൻ പോലത്തെ ഡിജിറ്റൽ വർക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് പടപടപട എന്ന് കൺസ്ട്രക്ഷൻ തീർക്കാൻ പോകുന്നു. ഈ ഹോണ്ടോ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇട്ട് നോക്കുവാണെങ്കിൽ ഒപ്പം എന്തൊക്കെ ചെയ്യും. അതുപോലെ ബോസ്റ്റൺ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ ഇന്നൊരു കമ്പനി വന്ന് വീഡിയോ നോക്കിയെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റും. അതിലെ FMCGന് 0.8% കയറ്റിയായിരുന്നു. 86% 80, ആർമ 0.2, മെറ്റൽ -1.1, ഓട്ടോ -0.1. ഫിസിക്കലി ഇവിടെ എല്ലാം കിടപ്പിലാണ്. മണപ്പുറം 4% മുകളിൽ കറപ്റ്റ് ആയിരിക്കുന്നു. ഇതുപോലെ തന്നെ മുത്തൂട്ടും കറപ്റ്റ് ആയിരിക്കും, കല്യാണം കറപ്റ്റ് ആയിരിക്കും. ഗമയിൽ എങ്ങനെ എസ്കേപ്പ് ആയെന്ന് അറിയാൻ പറ്റുന്നില്ല. നാളെ വരും. ഇന്ത്യൻ എല്ലാ ബാങ്കും താഴെ ഇറങ്ങിയിരിക്കുന്നു. ഇന്ന് രാവിലെ പ്ലസ് എന്ന് പറയുന്നത് ടാറ്റ മോട്ടോർ കമേഴ്ഷ്യൽ വെഹിക്കിളും TTC മാത്രമാണ്. അതും വൈകുന്നേരത്തിൻ്റെ അകത്ത് അതും ഇറങ്ങുമെന്നാണ് തോന്നുന്നു. ഹീറോ മോട്ടോർ കാർപ്പും 1.6% മുകളിൽ കയറിയിരിക്കുന്നു. ഇതൊന്നും ന്യൂസ് അല്ല. സ്വർണത്തിന്റെ വില പീക്കിലിരുന്ന് 24% ഇറങ്ങിയിരിക്കുന്നു. എന്താണെന്ന് നമ്മൾ നോക്കിയാൽ നമ്മൾ പറഞ്ഞതാണ്. അമേരിക്കയിൽ സാധനങ്ങളുടെ വിലയൊക്കെ ഏറിയിരിക്കുന്നു, വിലവാശി ഏറിയിരിക്കുന്നു. അമേരിക്ക ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെ ഏറ്റാൻ പോകുന്നു. വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെ പറഞ്ഞ് ഏറ്റുവാണെങ്കിൽ ഇവിടെ പണം വന്നിട്ട് ഗോൾഡിൽ ഇതിന് ഡോളറിന് പോകും എന്ന ഒരു പേടിയിൽ ഇതാ നടന്നു. റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്പെക്ടേഷൻ കാരണം ഇത് നടന്നതാണ്. ഗോൾഡ് ഇറങ്ങുമ്പോൾ നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ നല്ല ഒരു അവകാശമാണ്. പോയ 2 വർഷത്തിൻ്റെ ഇതിൽ കയറുമെന്ന് പറയാൻ പറ്റില്ല. 5-6 വർഷത്തിൽ ഇവിടെ നിന്ന് 25,000 പോകേണ്ട ചാൻസ് വളരെ നന്നായിരിക്കുന്നു. ഈ ഗോൾഡ് റേറ്റ് ഹൈക്ക് സ്മഗ്ലിങ്ങിനെ ട്രിഗർ ചെയ്ത് വിട്ടിരിക്കുന്നു എന്ന് പറയുന്നു. സർജ് ഭയങ്കരമായിട്ടിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. PhD പഠിച്ച ആൾക്കാർക്ക് കുരുവീര വേലയാണ്. ജോലി ഇല്ലാത്തവർക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി. കുരുവി വ്യാപാരം തുറന്നു വിട്ടിരിക്കുന്നു. അക്കൗണ്ടേക്ക് ഗ്യാസ് ഇല്ല, പക്ഷെ കുരുവി വ്യാപാരത്തിന് ഒരു തടയുമില്ല എന്ന് പറയുന്നു. കസ്റ്റംസിലിരിക്കുന്നവർക്ക് ഒരേ ഖുഷിയാണ്. ഗവൺമെൻറ് സോഴ്സ് എന്ത് പറയുന്നു എന്നാൽ 2026 ഇതുവരയ്ക്ക് 100 ടൺ സ്മഗിളായിരിക്കുമെന്ന് പറയുന്നു. സോ ഇത് വന്നിട്ട് ഓർഗനൈസ്ഡ് ജുവലറിന് പ്രോബ്ലമാണ്, ബാങ്കിന് പ്രോബ്ലം, ഗവൺമെൻറ്റിന് ടാക്സ് കളക്ഷന് പ്രോബ്ലം. ജനങ്ങൾക്ക് വളരെ കൊണ്ടാട്ടമാണ്. ജനങ്ങൾക്കൂടെ കൊണ്ടാട്ടമില്ല, ജനങ്ങൾ ഈ വിലയിൽ തന്നെ വിൽക്കും. അതായത് കുരുവിക്കൊക്കെ ഭയങ്കര കൊണ്ടാട്ടം. കാരണം കുരുവി നെറ്റ്വർക്കിൽ 1 ഗ്രാമിന് 1000 രൂപ കിട്ടും. ഇത് ഒരു പ്ലാനായിട്ട് നടക്കും. ട്രംപ് എന്ത് പറയുന്നു എന്നാൽ ഇന്നലെ ഹോമോസിൽ കാപ്പറിനടിച്ചു, അതിന് ഞാൻ പനിഷ് ചെയ്യുമെന്ന് പറയുന്നു. ഉപ്പാച്ചിക്കൊണ്ട് ഏതോ ഡുമീൽ ചുട്ടുകൊണ്ട് ഇന്നും ഒരു 3 ദിവസത്തിൽ ഇറാൻ്റെ പീസ് ഡീൽ സൈൻ ചെയ്യും എന്ന് പറയുന്നു. ട്രംപ് ഫാമിലിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ
ഈ ബിറ്റ്കോയിൻ പോലെ ക്രിപ്റ്റോ കറൻസി മൂലം $2.3 ബില്യൺ ലാഭം കിട്ടിയിരിക്കുന്നു. അതിൽ ഇട്ടവർക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നു. ഇൻവെസ്റ്ററിന് ഒന്നും കിട്ടിയില്ല. ട്രംപ് ഫാമിലിക്ക് 2.3 ബില്യൺ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈത്തർ അനാലിസിസ് പറയുന്നു. ഇത് കാരണം ഇന്നൊരു കമ്പനി, രാജേഷ് മേത്തയുടെ കമ്പനി, അതിൻ്റെ വാലുവേഷൻ ഏറിക്കൊണ്ടേയിരിക്കുന്നു. ആ കമ്പനിയിൽ ഒരു റവന്യൂവും ഇല്ല. ഇതിനെക്കുറിച്ച് ആരും ഒന്നും സംസാരിച്ചില്ല. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നത്, പബ്ലിക് സെക്ടറിൽ ഇടത് തന്നെ പറയുമ്പോൾ എന്നെ നോക്കി ദേശദ്രോഹി എന്ന് പറയും. രാജേഷ് എക്സ്പോർട്സിന് 509 കോടി രൂപ കനറ ബാങ്ക് കൊടുത്തിരിക്കുന്നു. ദി മാൻ ഫ്രം ഗുജറാത്തിന് എങ്ങനെയാണ് ഈ 509 കോടി പോയെന്ന് അമ്മയാർ ഉത്തരം പറയുമാ? ഉത്തരം പറയത്തില്ല. LIC വന്നിട്ട് ഇക്വിറ്റിയിലിട്ട് 2000 കോടി ഗാലി. കനറ ബാങ്ക് 509 കോടി രൂപ ഗാലി. പക്ഷേ ഇതൊക്കെ നിങ്ങൾ ചോദിക്കരുത് എന്ന് പറയും. ചോദിക്കരുതെന്ന് ചോദിക്കണ്ട. സ്പേസ് എക്സ് IPO വന്നുകൊണ്ടിരിക്കുന്നു. ക്രിസ് ഫ്രൂഡ് പറയുന്നു AI മാർക്കറ്റ് സൗത്ത് കൊറിയയിൽ ഗസ്റ്റ് പോയിന്റ് ആയിരിക്കും. അങ്ങനെ പറയുന്നു. എന്നെ പൊരുത്ത മട്ടിൽ സ്പേസ് എക്സ് ഇപ്പോൾ ലാഭമൊന്നും ചെയ്യൂല. അതെന്തോ മാസ് ട്രാവൽ, ആ ട്രാവൽ, ഈ ട്രാവൽ എന്നൊക്കെ പറയുന്നു. ഓവറാളെ എന്ത് നടക്കാൻ പോകുന്നു എന്നാൽ എലോൺ മസ്കിൻ്റെ എക്കോസിസ്റ്റമിനെ തൂക്കിവിടാൻ പോകുന്നു. നമുക്ക് എന്താണ് ഗുഡ് ന്യൂസ് എന്ന്, ഗൂഗിൾ ഹാപ്പി ആയിട്ട് അതിൽ കുറച്ച് കാശിനെ വന്നിട്ട് ഫ്രീ ആ വാങ്ങി വെച്ചിരിക്കുന്നു. ഒരു കാലത്തിൽ ഗൂഗിളിന് ഒരു 100-200 മില്യൺ ഫ്രീ ആയിട്ട് കിട്ടും. സോ ഇതിനെ നമ്മൾ വാങ്ങി പോക്കറ്റിലിടാം. നന്ദി ഹായ് എന്നൊക്കെ പറയും. ICICI ബാങ്ക് എന്താ എന്നാൽ റിലയൻസിൻ്റെ മാർക്കറ്റ് ക്യാപ്പിൽ ഏറി സെക്കൻഡ് ലാർജസ്റ്റ് നിഫ്റ്റി സ്റ്റോക്കായി. ഇത് എന്താ എന്നാൽ ICICIൻ്റെ ഫ്രീ ഫ്ലോട്ട് കൂടുതലാണ്, റിലയൻസിൻ്റെ ഫ്രീ ഫ്ലോട്ട് കുറവാണ്. കാരണം അത് തൂക്കി. പക്ഷേ റിലയൻസ് ഇപ്പോൾ 52 വീക്ക് ലോ താഴെയാണ് ഇരിക്കുന്നത്. ഇതിലും ഒരു ബോണസും ചേർന്നാണ് വന്നിരിക്കുന്നത്. ഇത് റിലയൻസ് എങ്ങനെ ശരിയാക്കുമെന്ന, റിലയൻസ് വന്നിട്ട് ജിയോനെ തനിയായിട്ട് ലിസ്റ്റ് ചെയ്യും. പിന്നെ മാർക്കറ്റ് അവിടെ പോകും. ജിയോ എങ്ങനെയാണ് ലാഭം സമ്പാദിക്കുന്നു? ഒന്നും ഇതിൽ ഓടുന്നില്ലല്ലോ. ഫിഫ വേൾഡ് കപ്പ് റൈറ്റ്സിന് എന്താണ് ജിയോ വാങ്ങിയില്ല? ക്രിക്കറ്റ് വേൾഡ് കപ്പ് റൈറ്റ്സിന് എന്തുകൊണ്ടാണ് റിലയൻസ് വാങ്ങിയില്ല? എന്താണ് ഇതുപോലത്തെ വലിയ ഡീലിൽ നിന്ന് റിലയൻസ് പുറത്താകുന്നു? SL ഫുട്ബോളിൽ നിന്ന് ജഗ വാങ്ങി, TNPL ഇരുന്ന് ജഗ വാങ്ങുന്നതായിട്ട് ഒരു ന്യൂസ് വന്നിരിക്കുന്നു. ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ വാണിംഗ് പോലെയാണ് തോന്നുന്നത്. എന്ത് വാണിംഗ് എന്ന് നോക്കിയാൽ ജിയോയിൽ വലിയ ലാഭമില്ല, അത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നു. പക്ഷെ അവർ ഗജാക്ക ദോസ്ത്, വലിയ ദോസ്ത്, A1 ആൾ കാരണം നമ്മൾ വലുതായിട്ടൊന്നും ചോദ്യങ്ങൾ ചോദിക്കത്തില്ല. നമ്മൾ ചുമ്മാ നോക്കി മാത്രം ഇരുന്നാൽ മതി. ഫ്രെയിം തന്നെ HDFC ബാങ്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ ഗവൺമെൻറ് ചെയ്തില്ലെങ്കിലും MCLR എന്ന റേറ്റിന് 10 പോയിന്റ് കയറ്റി വിട്ടിരിക്കുന്നു. കാരണം ലോൺ വന്നിട്ട് കോസ്റ്റ്ലി ആയിട്ട് മാറും. മരുന്ന് ചെയ്യുന്നവരൊക്കെ എന്ത് പറയുന്നു എന്നാൽ നിങ്ങളെ വിലയൊക്കെ ഭയങ്കരമായിട്ട് ഏറിയിരിക്കുന്നു, ആറ്റിനും വേറെ ഷോർട്ടേജ് ആയിരിക്കുന്നു, 1 ടൈം റേറ്റിന് കയറ്റാൻ പറയുന്നു. അല്ലെങ്കിൽ ക്യാൻസർ ഡ്രഗ് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല, ഞങ്ങൾക്ക് വിഷമം തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഇരുന്നും വേറെ ഓപ്ഷൻ ഇല്ല, വില കയറ്റുന്നതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുന്നു. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ കുറച്ചായിട്ട് കയറണം. അതായത് ഡീസൽ പെട്രോളിൻ്റെ വില 7 രൂപ കയറ്റും, ഒഷ്യൽ സിലിണ്ടറിൻ്റെ വിലയും അങ്ങനെ കയറ്റും. 60-70 രൂപ നിങ്ങൾ സിലിണ്ടറിൻ്റെ വില കയറും, പക്ഷേ ഇൻഫ്ലേഷൻ മാത്രം കയറൂല. അതാണ് ബ്ലാക്ക് മാർക്കറ്റ്. ആ ബ്ലാക്ക് മാർക്കറ്റ് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഈ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് വന്നു എന്ന് ഞാൻ പോയി നോക്കിയാൽ എന്ത് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ പീരിയഡ് എൻഡ് ഡേറ്റ് വരുമല്ലേ, മാർച്ച് 31 സർപ്ലസ് വരണം. പിന്നെ RBI എന്ത് ചെയ്തു എന്നാൽ അടക്സ് മാർക്ക് ചെയ്ത് ഡോളറിനകത്ത് വരാൻ വെച്ച് 31 തീയതി ഡോളർ, 4 തീയതി രാവിലെ അതിനെ തിരികെ കൊടുക്കും. 31 തീയതി സർപ്ലസ്. ഇങ്ങനെ ഐഡിയ. ആ ബാങ്ക് ഒക്കെ 31 തീയതി ബാലൻസ് ചെയ്യണത് പോലെ റെഗുലേറ്റർ ഇങ്ങനെ കോപ്പി അടിച്ചാൽ എന്തെന്ന് ആര് ചോദിക്കും ആണ് പറയണത്. എക്കണോമിക്സ് പഠിച്ചവരെ ഇരുത്തിരിക്കണം, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരെ ഇരുത്തിയാൽ പോലത്തെ ജിഗ്ന വേലൊക്കെ കാണിക്കും എന്ന് ഞാൻ പറയുന്നു. ശരി, ഫെർട്ടിലൈസർ സബ്സിഡി ഡബിളാകാൻ പോകുന്നു എന്ന് പറയുന്നു. ഒരേ ഒരു നല്ല ന്യൂസ് ഉണ്ട്. ജൂൺ 5 കേരളത്തിൽ മഴ പെയ്യാൻ തുടങ്ങി. ഈ മഴ എങ്ങനെ ഇരിക്കും എന്നതാണ് അടുത്ത ചോദ്യം. എൽനിനോ എന്ന് പറയാൻ പെടുന്നു. ഇന്ത്യയുടെ ബിവറേജ് മാർക്കറ്റ് മെയിനായിട്ട് കോഫി, റെഡി ടു ഡ്രിങ്ക് ആൻഡ് പ്രോട്ടീൻ പ്രോഡക്റ്റ് കാരണം കയറുന്നു. നെസ്ലെ, യൂണിലിവർ, പിന്നെ ഈ ടാറ്റ കൺസ്യൂമർ, ഡോബർ, വെർൺ ബീവറേജസ്, ഇതെല്ലാം ഇരിക്കുന്നു. ഇതിൽ ചെറിയൊരു പ്രോബ്ലം, ഇത് സമ്മർ മാസമാണ്. സമ്മർ മാസം തീർന്ന് അതോടെ ഈ കൂൾ ഡ്രിങ്കും ഒക്കെ ഓവർ. അങ്ങനെയാണ് കഥ. മേൽ മിസ്ത്രി എനിക്ക് വേണ്ട, ആവശ്യമേ ഇല്ല, ഇനി ട്രസ്റ്റി ആയിരിക്കത്തില്ല. രതൻ ടാറ്റയ്ക്ക് വേണ്ടെന്ന ഇത്ര ദിവസം ക്ഷമയോടെ ഇരുന്നു. തിരുപ്പതിക്ക് ഇന്നൊരു ഡിമാറ്റ് അക്കൗണ്ട് തുറന്നിരിക്കുന്നു.
അതായത് നിങ്ങൾ ഷെയറാ ഡൊണേഷൻ കൊടുക്കാൻ ഇഷ്ടമാണെങ്കിൽ ഷെയറാ കൂടെ അവർ വാങ്ങും ഡൊണേഷൻ. ഇത് വന്നിട്ട് പുതിയ ഡിമാറ്റ് തുറക്കുന്നത് 3ാമത് മാസം ആവറേജ് കുറഞ്ഞിരിക്കുന്നു. കിറ്റി ഫണ്ടിൽ വരുന്ന കാശ് 40% കുറഞ്ഞിട്ടുണ്ട്. ഓവറാൾ കാശ് വെളിയിൽ തന്നെ ചെന്നിരിക്കുന്നു. 14,000 കോടി രൂപയാണ് മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് വെളിയിൽ ചെന്നിരിക്കുന്നത്. പ്രൈമറിലി ഡെബ്റ്റ് മാർക്കറ്റിലിരുന്നാണ് ചെന്നിരിക്കുന്നു. ഇത് ഇന്ത്യ ഇൻ പിങ്ക് 5% മുകളിൽ പ്രോഫിറ്റ് ഗ്രോ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാലും ഡിവിഡൻഡും ബൈബാക്കും 2% തന്നെ ഏറിയിരിക്കുന്നു. അപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്നത് കുറച്ചിരിക്കുന്നു. ഇന്ത്യയിൽ ഫ്യൂൽ കൺസംഷൻ 7% കുറഞ്ഞിരിക്കുന്നു. ഇതാണ് ഇന്ന് ഓവറോൾ ആയിട്ടുള്ള ന്യൂസ്. അതിൻ്റെ വില 24% കറക്റ്റ് ആയിരിക്കുന്നു. അതിന് ഹോക്കി ടൈം വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ ഹോക്കി ടൈമിന് ഒരുപാട് ദിവസങ്ങൾ ഇരിക്കുന്നു. ഇതിനിടേണ്ട ഹോക്കി റെഡി ചെയ്തോ. പഴയ കുറേ സ്വർണം എടുക്കാം. 5 വർഷത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഗോൾഡ് വന്നിട്ട് 24% ഡോളറിൽ വിളിഞ്ഞിരിക്കുന്നു. 4000ൻ്റെ താഴെ ചെന്നിരിക്കുന്നു. ഇന്ന് ഇരിക്കുന്ന ഒരു നല്ല ന്യൂസ് എന്തെന്ന് വെച്ചാൽ 1 ഗ്രാമിന് ഒരു 1000 രൂപ ചെക്ക് കൊടുത്തല്ലേ, കൊടുക്കാതിരുന്നാൽ അത് 12,000ന് താഴെ ചെന്നിരിക്കും. താങ്ക് യു ജി സേവിങ് അസ്. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം.